ക്ഷമ നമുക്കൊരു നേഴ്സിൻ്റെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു നേഴ്സ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി. നേഴ്സെന്ന് മാത്രമല്ല, ഒരു മകൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തിയാണ് പ്രണയം. എങ്ങനെ ഒരാളെ ക്രൈം ഹാസ് നോ ജെൻഡർ. അതെ, അത് പെണ്ണെന്നോ ആണെന്നോ ഉള്ള വേർതിരിവൊന്നുമില്ല. ഇവിടെ അങ്ങനെയാണ്. തൻ്റെ പ്രണയബന്ധം മാതാപിതാക്കൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് ഉറപ്പായതോടുകൂടി ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അവരെ തട്ടുക. അതെ, അങ്ങനെ ചെയ്തിരിക്കുന്നു. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? ഇത് തെലങ്കാനയിലാണ്. നമ്മൾ അതിർത്തി വിട്ട് അതിപ്പോൾ നടക്കുന്ന ഇങ്ങനെയുള്ള കേസുകളെല്ലാം അങ്ങനെ അന്യ സംസ്ഥാനങ്ങളിലാണ്, ഇതര സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള ക്രൈമുകൾ വന്ന് കയറാറുള്ളത്. ഇത് വിക്രാബാദ്, തെലങ്കാന, വിക്രാബാദ് ഡിസ്ട്രിക്ട്. അപ്പോൾ അവിടെ 2 പേര് മരണപ്പെട്ടു. ജാനുവരി മാസം 26 ദശരഥൻ, ലക്ഷ്മി എന്നീ 2 പേര് മരണപ്പെട്ട് അവരെ അത്യാസന്ന നിലയിലായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നു. വിക്രാബാദ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ എത്തുമ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് പറയുന്നു ഇവർ മരണപ്പെട്ടു. ദശരഥന് 58 വയസ്സ്, ഭാര്യ ലക്ഷ്മിക്ക് 54 വയസ്സ്. അപ്പൊ ഇവരെ ആശുപത്രിയിൽ എത്തിക്കുന്ന ആളുടെ പേര് അശോക് എന്നാണ്. അശോക് ഇവരുടെ മൂത്ത മകനാണ്. ഇവർക്ക് മൊത്തം 4 മക്കളാണ്. മൊത്തം 4 മക്കൾ, 3 പെൺകുട്ടികളും 1 മകനും. ഈ മകൻ വിവാഹം ചെയ്ത് മാറി താമസിക്കുകയാണ്. മകനാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോൾ ഡോക്ടേഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട സംശയം, ഇവർക്ക് കുറെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ട്, ആത്മഹത്യയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഇന്റിമേഷൻ പോലീസിന് പോകും. സംശയകരമായിട്ടുള്ള മരണങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ 2 പേർ ഇങ്ങനെ സൂയിസൈഡ് ചെയ്തു എന്നാണെങ്കിൽ പോലും പോലീസിന് വിവരം ഹോസ്പിറ്റല് നൽകും. അങ്ങനെ പോലീസ് സ്ഥലത്തെത്തി, പോലീസ് കാര്യങ്ങൾ ചോദിച്ചു. മകൻ പറഞ്ഞു മാതാപിതാക്കൾക്ക് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് ഉള്ളതിനാൽ ആത്മഹത്യ ചെയ്തു. ഇതാര് പറഞ്ഞു? ഇതാണ് അതിൻ്റെ അടുത്ത ചോദ്യം. മകൻ മാറി താമസിക്കുന്ന മകനെ ഇവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി ആര് വിളിച്ചു വരുത്തി? അവിടെയാണ് സുരേഖ എന്ന് പറയുന്ന ക്രിമിനലിന്റെ രംഗപ്രവേശനം. തൻ്റെ ഏറ്റവും ഇളയ സഹോദരിയായിട്ടുള്ള 23 വയസ്സുകാരി സുരേഖയാണ് ഈ വിവരം അറിയിച്ചത്. സുരേഖ പറഞ്ഞ പ്രകാരമാണ് താൻ വരികയും വന്നപ്പോൾ ഇതുപോലെ മാതാപിതാക്കൾ അത്യാസന്ന നിലയിൽ കിടക്കുകയാണ്, അങ്ങനെയാണ് താൻ ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്ന് പറയുകയും ചെയ്യുന്നു. പോലീസ് അങ്ങനെ ഒരു ആത്മഹത്യ എന്നുള്ള രീതിയിൽ 26 ഈ കേസിനെ വിട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്തു. പ്രായമുള്ള 2 പേരുടെയും ശരീരത്തിൽ പോയിസൺ എത്തിയിരിക്കുന്നു. അനസ്തേഷ്യ 5 ml വെച്ച് കയറിയിരിക്കുകയാണ്. അപ്പം ഇത് എങ്ങനെ വന്നു? അതൊരു വലിയ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവർ സാധാരണ പ്രായമുള്ളവർ മരണപ്പെടുമ്പോൾ, പ്രായമുള്ളവരാണെങ്കിൽ പോലും ഇവരുടെ ശരീരത്തിലേക്ക് ഇതെത്താനുള്ള സാധ്യതയില്ല. അവർ മറ്റൊരു ഓപ്ഷൻ ആയിരിക്കും സ്വീകരിക്കുക. പ്രത്യേകിച്ചും ഈ പറയുന്ന ദശരഥൻ ഒരു ഫാർമറാണ്. അയാൾക്ക് പോയിസൺ കിട്ടാൻ എളുപ്പമാണ്. ഈ കൃഷിക്ക് ഉപയോഗിക്കുന്ന കീടനാശിനികളൊക്കെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഓവർഡോസിൽ അനസ്തേഷ്യ എത്തി എന്നതാണ് ഇവരുടെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ അവിടുത്തെ DSP ശ്രീനിവാസ് റെഡ്ഡി, അദ്ദേഹത്തിന് ഒരു സംശയം. അദ്ദേഹം ഈ കേസ് അവിടുത്തെ ഒരു SHO, ഒരു CA ഏൽപ്പിക്കുകയാണ്. രഘുരാമുലു എന്നാണ് ആ CAയുടെ പേര്, CH രഘുരാമുലു. അദ്ദേഹത്തെ വിളിച്ച് ഏൽപ്പിച്ചിട്ട് ഈ കേസ് കാര്യമായി അന്വേഷിക്കാനുള്ള ഒരു നിർദ്ദേശം കൊടുത്തു. ഈ രഘുരാമുലുവിന് ഈ ശ്രീനിവാസ് റെഡ്ഡി നൽകുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാം തന്നെ പോലീസ് വിളിച്ചു വരുത്തി. ഫാമിലി മെമ്പേഴ്സ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് 4 മക്കളാണുള്ളത്. ഈ 4 മക്കളിൽ കാര്യങ്ങൾ ചോദിച്ചറിയണം. ഒപ്പം ഈ നെയ്ബേഴ്സിന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചറിയണം. അപ്പൊ ഈ നെയ്ബേഴ്സ് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവരെല്ലാം പറയുന്നത് ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ട്. സോ അതായിരിക്കാൻ കാരണം എന്നൊരു കാര്യമാണ് ഇവരെല്ലാവരും തന്നെ പറയുന്നത്. പക്ഷേ ഈ സാധനം എങ്ങനെ വന്നു എന്നുള്ളൊരു സംശയം പോലീസിന് അപ്പോഴും നിൽക്കുകയാണല്ലോ. അങ്ങനെ പോലീസ് ഈ വീട് കയറി ഒരു പരിശോധന നടത്തുകയുണ്ട്. അപ്പോഴാണ് ഈ ബ്ലഷനുള്ള ഒരു സിറിഞ്ച് കണ്ടെത്തുന്നു. ബ്ലഷനുള്ള ഒരു സിറിഞ്ച് പോലീസ് കണ്ടെത്തി. പിന്നെ കുറച്ച് ഇതിനു വേണ്ടി ഉപയോഗിച്ച മെഡിസിൻസിന്റെ കുറച്ച് പാക്കറ്റുകളും ലഭിക്കുകയുണ്ടായി. പോലീസ് സ്വാഭാവികമായിട്ടും അവിടെ പിന്നെ അടുത്ത പ്രധാനപ്പെട്ട സംശയം സുരേഖയിലേക്ക് പോവുകയുള്ളൂ. കാര്യം സുരേഖ എന്ന് പറയുന്നത് തെലങ്കാനയിലെ ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രിയിലെ നേഴ്സാണ്. സ്വകാര്യ ആശുപത്രിയിലെ നേഴ്സാണ്. സോ അവർക്കാണ് ഇത് കിട്ടാൻ ഏറ്റവും എളുപ്പത്തിൽ ഈ സാധനം കിട്ടാൻ അവർ വഴിയേ വരികയുള്ളൂ എന്ന് പോലീസിന് മനസ്സിലാകുന്നു. പോലീസ് ഈ കാര്യവുമായിട്ട്, അതായത് ഈ മെഡിസിന്റെ പാക്കറ്റിൽ നിന്ന് ലഭിച്ച സീരിയൽ നമ്പറുമായി നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു.
ആ സീരിയൽ നമ്പർ വെച്ച് അവിടുത്തെ ബാച്ച് പരിശോധിക്കുന്നു. ആ ബാച്ച് പരിശോധിച്ചപ്പോൾ സുരേഖയ്ക്ക് അവിടെ ലഭിക്കാൻ സാധ്യതയുള്ള ഇടത്ത് നിന്ന് ഈ സാധനം മിസ്സിംഗ് ആണ്. ഈ സാധനം അവിടുത്തെ ഒരു പേഷ്യന്റിന് വേണ്ടിയും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ സാധനം മിസ്സിംഗ് ആണ്. ഹോസ്പിറ്റലിലെ രേഖകൾ പ്രകാരം ഇങ്ങനൊരു സാധനം അവിടുന്ന് ആരോ അടിച്ചു മാറ്റി കൊണ്ടുപോയിരിക്കുന്നു. പോലീസ് അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ, അതും സുരേഖ വർക്ക് ചെയ്ത സ്ഥലമാണല്ലോ, പിന്നീട് പോലീസിന് വേറെ കാര്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. പോലീസ് സുരേഖയെ വിളിച്ചിരുത്തി കാര്യങ്ങൾ കാര്യമായി തന്നെ ചോദിച്ചപ്പോഴാണ് ആദ്യമൊക്കെ പിടിച്ചു നിന്നെങ്കിലും സുരേഖയ്ക്ക് അധിക നേരം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന് അനസ്തേഷ്യ, 2 ഹോസ്പിറ്റലിൽ നിന്ന് മിസ്സായിരിക്കുന്ന മെഡിസിന്റെ പാക്കറ്റ്, സീരിയൽ നമ്പർ. അത് അവിടെ ഈ പറയുന്ന ബാക്കിയുള്ള 3 സഹോദരങ്ങൾക്കും അവിടെ പോവാൻ പറ്റില്ല. പിന്നെ ഈ സംഭവം ഉണ്ടാകുന്ന ജനുവരി 24-ാം തീയതി, എന്റെ തലേ ദിവസം 24-ാം തീയതി ഈ സുരേഖ ഹോസ്പിറ്റലിൽ നിന്നും അനാവശ്യ കാര്യമില്ലാത്ത കാര്യം പറഞ്ഞ് വീട്ടിൽ ഈ പറയുന്ന മാതാപിതാക്കൾക്ക് തീരെ സുഖമില്ല എന്നുള്ള ഇല്ലാത്ത ഒരു കള്ളം അവിടെ പറഞ്ഞിട്ട് ലീവ് എടുത്തിട്ടാണ് ഈ വിക്രമാദിലെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഇത്രയും കള്ളങ്ങളാണല്ലോ. ഇത്രയധികം കള്ളങ്ങൾ പിടിച്ചതോടുകൂടി ഒരു കുറ്റവാളിക്ക് പോലീസിന് മുമ്പിൽ പിടിച്ചിരിക്കാൻ പിന്നെ അധികം സമയം പറ്റില്ല. കൺഫസ് ചെയ്തേ പറ്റൂ, കുറ്റം അഡ്മിറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ. വേറൊരു മാർഗം അക്കാര്യത്തിൽ ഇല്ല. അങ്ങനെ ഈ രാമുലു എന്ന് പറയുന്ന SHOയ്ക്ക് മുമ്പിൽ ഈ സുരേഖ താനാണ് ഈ കൊലപാതകം നടത്തിയത്, താൻ ഇവരെ കൊല്ലുകയായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ എങ്ങനെ? അതാണ് ഇനി അടുത്ത ചോദ്യം. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുട്ടുവേദനയ്ക്കുള്ള മരുന്ന് ആണെന്ന് പറഞ്ഞ് 58 വയസ്സുള്ള ഈ പിതാവിൻ്റെയും 54 വയസ്സുള്ള മാതാവിൻ്റെയും കാലിൽ ഈ ഇഞ്ചക്ഷൻ കുത്തിവെച്ചു. തൻ്റെ ഈ പറയുന്ന നഴ്സിംഗ് വൈദഗ്ധ്യമുണ്ടല്ലോ അത് വെച്ചുകൊണ്ട് ഈ നഴ്സ് ആയിട്ടുള്ള മകൾ ഇവരെ 2 പേരെയും ഇത് കുത്തിവെച്ച ശേഷം ഇവർ ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി 2 പേരുടെയും ബോഡി ഒരേ രീതിയിൽ കിടത്തി. ഇനിയിപ്പോൾ അടുത്ത ക്രൈമിന്റെ മോട്ടീവ് എന്താണ്? അടുത്ത കാരണം, ഒരു കൊലപാതകത്തിന് ഒരു കാരണം വേണമല്ലോ. വെറുതെ ഒരു അമ്മയെ ചെറിയ മകൾ തട്ടിക്കളയത്തില്ലല്ലോ. അപ്പോൾ കാരണം അന്വേഷിച്ചപ്പോൾ ഈ സുരേഖ തെലങ്കാനയിലെ ഹോസ്പിറ്റലിൽ ജോലിക്ക് പോയ ശേഷം സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം, അതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ, ഇൻസ്റ്റഗ്രാം വഴി ഒരാളെ പരിചയപ്പെട്ടിരിക്കുന്നു. അയാൾ ഈ കുറ്റത്തിൽ ഇല്ലാത്തത് കൊണ്ടും അയാൾക്ക് ക്രൈമിന്റെ യാതൊരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട് അയാളുടെ പേരിലേക്ക് നമ്മൾ പോകുന്നത് ശരിയല്ലല്ലോ. ഏതോ നാട്ടിൽ കിടക്കുന്ന ഇപ്പം തെലുങ്കാന കിടക്കുന്ന മനുഷ്യൻ നമ്മളെ തേടി വന്നിട്ട് നീ ഇതൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കാനൊന്നും പോകുന്നില്ല, നമുക്കും അറിയാം. പക്ഷെ ക്ലീൻ ചീറ്റ് പോലീസ് കൊടുത്തിരിക്കുകയാണ് അയാൾക്ക്. അയാൾ ഈ ക്രൈമിൽ അയാൾ ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇയാളുമായിട്ട് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടിരിക്കുന്നു. ഈ പരിചയം പതുക്കെ പ്രണയത്തിലേക്ക് മൂവ് ചെയ്തു. ഈ മനുഷ്യനും സുരേഖയും 2 മതത്തിൽപ്പെട്ടവരാണ്. സുരേഖ ഈ വിവരം, തൻ്റെ വിവാഹത്തിന്റെ ആവശ്യം തൻ്റെ മാതാപിതാക്കളെ അറിയിച്ചപ്പോൾ ഈ മാതാപിതാക്കൾ ഇത് സമ്മതിക്കാൻ തയ്യാറല്ല. പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും സുരേഖ ഈ ശ്രമങ്ങളൊക്കെ നടത്തി നോക്കിയിട്ടും മാതാപിതാക്കൾ അടുക്കാതിരിക്കുകയും സുരേഖയ്ക്ക് മറ്റൊരു വിവാഹം ആലോചിക്കുകയും ചെയ്തു തുടങ്ങി. ഇതോടുകൂടിയാണ് ഇവരെ ഇനി ജീവിച്ചിരുന്നിട്ട് ഇവരെ ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ, ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ, തട്ടിക്കളയാനുള്ള ഒരു തീരുമാനം എടുത്തത്. അങ്ങനെയാണ് ജനുവരി മാസം 24-ാം തീയതി ഈ ഹോസ്പിറ്റലിൽ നിന്നും അവിടെ സൂക്ഷിച്ചിരുന്ന മരുന്ന് അനധികൃതമായി അടിച്ചു മാറ്റി ഇവരെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ യുവതി വീട്ടിലേക്ക്, അതായത് മാതാപിതാക്കൾക്ക് വയ്യ എന്നുള്ള കാരണം പറഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ടാണ് ഈ കൊലപാതകം ഇവർ നടത്തിയതും. പിന്നീട് സഹോദരനെ വിളിച്ച് മാതാപിതാക്കൾ കുഴഞ്ഞു വീണ് കിടക്കുന്നു, എന്ത് സംഭവിച്ചെന്ന് തനിക്കറിയില്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്തു കൊടുത്തിരിക്കുന്നത്. സഹോദരൻ ഈ പറയുന്ന ഫിനാൻഷ്യൽ ക്രൈസിസ് അറിയാവുന്നത് കൊണ്ട് അയാളും ഇത് ആത്മഹത്യയാണെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു കുറ്റകൃത്യത്തിനും അധിക നേരം പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അത്ര നമ്മൾ അത്രയ്ക്ക് ചിന്തിച്ച് ചെയ്യണം. വളരെ പ്ലാൻഡ് ആയിട്ട് മാത്രമേ ഒരു ക്രൈം ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും പറയുന്നൊരു സാധനമാണ്, ഒരു ക്രൈം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ട സാധനം പിടിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കണം. പിടിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും അത് ആലോചിച്ചതിന് ശേഷം മാത്രമേ ഒരു ക്രൈം ചെയ്യാൻ പാടുള്ളൂ. അത് ആലോചിക്കാതെ ക്രൈം പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ സാധനം പ്ലാൻ ചെയ്യണം. അല്ലാതെ ക്രൈം ചെയ്തു കഴിഞ്ഞാൽ പിടിക്കപ്പെടും. അതിന് എത്ര അഭ്യാസം എടുത്തു കഴിഞ്ഞാലും പിടിക്കപ്പെടും. നമ്മൾ എത്ര വൈദഗ്ധ്യത്തോടു കൂടി പ്ലാൻ ചെയ്ത് സമയങ്ങൾ എടുത്ത് ആലോചിച്ച് ചെയ്താലും ഇത് പിടിക്കപ്പെടും. അതേസമയം പിടിക്കപ്പെടും എന്ന് ചിന്തിച്ചിട്ടൊരു ക്രൈം ചെയ്ത് നോക്ക്, ഞാൻ പിടിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു റിവേഴ്സ് പ്രോസസ് ഉണ്ടല്ലോ, അവിടെ നിന്ന് ബാക്കിലേക്ക് വരണം. അതിവിടെ നിന്നും ക്രൈമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പറയുന്ന വലിയ അപകടം ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ആ രീതിയിൽ ചെയ്താലേ ഉള്ളൂ കാര്യം.
എന്തായാലും സുരേഖ പിടിക്കപ്പെട്ടു. ഇപ്പോൾ ഒരു ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. 28-ാം തീയതി വൈകുന്നേരത്തോടു കൂടി അവരുടെ അറസ്റ്റ് തെലങ്കാന പോലീസ് രജിസ്റ്റർ ചെയ്തു. നാഷണൽ മീഡിയ മൊത്തം സുരേഖയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശരി.